ഹോട്ടൽ മാനേജ്മെൻറ്റ് ഷെഫായിട്ട് ജോലി നോക്കി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവനെ ഉപദ്രവിച്ചു. ഇവനിട്ട് കുത്തുവാണ് ചെയ്തത്. പുതിയതായിട്ട് വന്ന ഒരാളായിരുന്നു. 2 ദിവസമായിരുന്നു പുള്ളി വന്നിട്ട്. മാനേജരും MD പറഞ്ഞു ആ പുള്ളിയോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവനെ സംശയം എന്തോ തോന്നി, ഇവനും കൂടി പറഞ്ഞിട്ടാണോ പുള്ളിക്ക് എന്തോ സംശയം തോന്നി. പുള്ളി കിച്ചണിൽ വന്നിട്ട് എൻ്റെ മോനെ കുത്തി ആശുപത്രി കൊണ്ടുപോയി പോണ വഴിക്ക് തന്നെ പുള്ളിയുടെ മെയിൻ ഞരമ്പ് കിഡ്നിയിലോട്ട് ഹാർട്ടിലോട്ടൊക്കെ ഉള്ള ഞരമ്പ് മുറിഞ്ഞ് രക്തോട്ടം നിന്ന് പുള്ളിക്ക് ബോധമൊന്നുമില്ല. ആശുപത്രി കയറ്റി ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് പുള്ളിക്ക് അറ്റാക്ക് ഉണ്ടായി. അതോടുകൂടി ഡോക്ടർ പറഞ്ഞു തീർത്തു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് തിരിച്ചിറക്കി. ഒരു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പരിശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. മാതാവിനോട് കരഞ്ഞ് ഞാൻ അപേക്ഷിച്ച് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ, എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ നാട്ടിലല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അവൻ്റെ ഭാര്യയുണ്ട് ദുബായിൽ. പിന്നെ എൻ്റെ സ്വന്തം മോളെ കുവൈറ്റിലാണുള്ളത്, അവളും ദുബായിക്ക് പോയി. ഇപ്പം ഇവർ 2 പേരും ഇവൻ്റെ കൂടെ ഉണ്ട്. ഇവൻ വെന്റിലേറ്റർ തന്നെയാണ്. ഇവൻ ഒരു പ്രവർത്തനവും ഇല്ല. എല്ലാ ഇവൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം നിലച്ചു. മെഷീനിലാണ് ഇവൻ ശ്വാസം എടുക്കുന്നത്. പിന്നെ സർജറി ചെയ്തു, 19 സർജറി ചെയ്തു, 19 എണ്ണം. അതിൽ 6 എണ്ണം സീരിയസ് ആയിരുന്നു. അങ്ങനെ 19 സർജറി കഴിഞ്ഞു. മാർച്ച് എപ്പോഴും മരിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. പോയി എന്ന് എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാലും ഞാൻ കൃപാസന മാതാവിനെ വിട്ടില്ല. പ്രാർത്ഥിച്ചു, ദൈവത്തോട് അതുപോലെ പ്രാർത്ഥിച്ചു. വീണ് കിടന്നും പ്രാർത്ഥിച്ചു, ചങ്കു പൊട്ടി പട്ടിണി കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ അവന് കൊല്ലാൻ തന്നെ കുത്തിയതാണ്. കുത്തിയിട്ട് അവൻ കത്തി തിരിച്ചു കളഞ്ഞു, തിരിച്ചെടുത്തു. ദുബായിന്ന് ഡോക്ടർ പറഞ്ഞു ഇവൻ കുത്തു പഠിച്ചിട്ട് കയറി വന്നവനാന്ന് പറഞ്ഞു. മാർച്ച് മാസം 17-ാം തീയതി എൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇത്രയും ദിവസം പറഞ്ഞ പോലെയല്ല ചേട്ടായി കൈവിട്ട് പോയി മമ്മി എന്ന് പറഞ്ഞു. കൈവിട്ട് പോയെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ രൂപ എൻ്റെ കയ്യിൽ നിന്ന് വെച്ചില്ല. ഞാൻ ഉരുണ്ട് കിടന്ന് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കരച്ചിൽ. അങ്ങനെ ഇവൻ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു. എന്നെ അറിയിച്ചു, വീട്ടുകാരെ അറിയിച്ചു. ഡോക്ടർ വന്ന് വെള്ള തുണി ഇട്ട് ഇവനെ മൂടി പുതപ്പിച്ച് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. പെങ്ങളും അടുത്തുണ്ട്, സ്വന്തം ഭാര്യ അടുത്തുണ്ട്. സ്വന്തം ഭാര്യ വന്ന് കണ്ണിങ്ങനെ വിഴിച്ച് നോക്കിയപ്പം കൃഷ്ണമണി കാണുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്, ശരിക്കും തൂങ്ങിക്കിടക്കുക 2 കണ്ണിൽ. പോയി എന്നെല്ലാവരും വിധി എഴുതി. മേലൊക്കെ നീര് വെച്ച് കറുപ്പ് കളറായി. ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, പോയത് തന്നെയാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇവർ ഈ മോനിറ്ററെ നോക്കി ഇരിപ്പുണ്ട്. അപ്പം 0 വന്നു, എല്ലാം പോയി. ചേട്ടായി നീ പോകരുതടാ, നമ്മുടെ പപ്പയുടെ കൂടെ പോകരുത്, പപ്പ മരിച്ചു പോയി, പോകരുത്, നിന്റെ അമ്മയ്ക്കും കൊച്ചിനും ആരും ഇല്ലടാ, എഴുന്നേക്കടാന്ന് പറഞ്ഞു. ഇവൻ കാലെ പിടിച്ച് എൻ്റെ മോളെ പിടിച്ച് വലിച്ചപ്പോൾ ഇവൻ മരിച്ചവൻ ഈ മൂടിൽ തുണി മാറ്റിയിട്ട് ഇവൻ 2 കൈയും കുത്തി ചാടി ഏറ്റു. കൃപാസന ഉള്ള സംഭവമാണ് ഇത്, ഉണ്ടായ സംഭവം ഇത്. എൻ്റെ മക്കൾ കണ്ടോണ്ട് നിൽക്കുക, ഭാര്യ ബോധം കെട്ട് വീണ്, സ്വന്തം മോള് കണ്ടോണ്ട് നിൽക്കുക. അപ്പൊ എന്നെ വിളിച്ചതെല്ലാം പറയുന്നുണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരുടെ ദുബായിലെ ആശുപത്രിയിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായത് പോലും ഡോക്ടർമാർ പേടിച്ച് ഓടി, ഈ നേഴ്സുമാർ ഓടി. ഈ മരിച്ചയാൾ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾ ഇറങ്ങി ഓടി. ഇവൻ ഏറ്റെന്നിട്ട് കണ്ണെല്ലാം വലിച്ചിങ്ങനെ തുറന്നു വെച്ച് അവിടെ കിടന്നെന്ന് പറഞ്ഞു. ഡോക്ടർ ഓടി വന്നിട്ട് പിടിച്ച് കടത്തി. നോക്കിക്കിടയും വായിക്കിടയും ബ്ലഡ് ആയിരുന്നു അന്ന് വന്നത്. അങ്ങനെയാണ് അവൻ മരിച്ചു എന്ന് അവർ പറഞ്ഞത്. ഇവന് കൈ കുത്തി ചാടി ഏറ്റപ്പം ഈ ബ്ലഡിന്റെ വരവ് അവിടെ നിന്നു. പിന്നെ ഡോക്ടർമാർ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം അവൻ പയ്യെ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർക്ക് ഒരു അതിശയം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം. അന്നേരം പറഞ്ഞു മോനെ നീ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പം ഭാര്യ ബോധം കെട്ട് കിടക്കുക. എന്നിട്ട് അവള് കാണുന്നുണ്ട് കൃപാസന മാതാവ് ഇവന്റെ അടുത്ത് വന്ന് നിപ്പുണ്ട്, ഈശോയും വന്ന് നിപ്പുണ്ട്. എൻ്റെ ഈശാനെ തുടരണേ മാതാവേ, എൻ്റെ ഈശാനെ തുടരണേ എന്ന് പറഞ്ഞു. ഇവൾ വലിയ പോയി കാറിയെന്ന് പറഞ്ഞു. മാതാവ് അവനെ ശരിക്കും തൊട്ട് എഴുന്നേപ്പിച്ചതാണ് അവൻ, അല്ലെങ്കിൽ അവൻ ഇന്നുണ്ടാകില്ല. ഇന്ന് അവൻ എൻ്റെ കൂടെ ഉണ്ട്.